നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതി കൂടിയായ ദിലീപിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി മിനി. ദിലീപിന് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ പിന്നെന്തിനാണ് കോടതിയിൽ അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതെന്നാണ് ചാനൽ ചർച്ചയിലൂടെ രാഹുൽ ഈശ്വറിനോടായി ടി ബി മിനി ചോദിക്കുന്നത്. ദിലീപുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നും ഞാനോ അതിജീവിതയോ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ദിലീപിൻ്റെ വക്കീലന്മാർ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പിയും സ്റ്റേറ്റ്മെൻറ്റുമൊക്കെ തരരുതെന്ന് അതിശക്തമായി എതിർക്കുന്നത്? ദിലീപിന് എന്ത് താല്പര്യമാണ് ഇതിലുള്ളത്? അല്ലെങ്കിൽ ദിലീപിൻ്റെ വക്കീലന്മാർക്ക് എന്ത് താല്പര്യമാണ് ഇവിടെ ഉള്ളതെന്നും ടി ബി മിനി ചോദിക്കുന്നു. കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെയും കുത്തകയല്ല. അവർ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് കോമൺ കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ചോ ദിലീപിനെ സംബന്ധിച്ചോ ഒരു വിഷയമല്ല. ഒരു ക്രൈം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള സാധാരണ കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ദിലീപിന് ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെന്തിനാണ് റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിനെ അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയുക്തം എതിർത്തത്? ജീവനക്കാരെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രധാന കേസും ഈ കേസും രണ്ടും വേറെയാണ്. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവ് ചോർന്ന സംഭവമാണ്. അത് പെൺകുട്ടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രധാന കേസിനെ ഇത് ബാധിക്കുന്നില്ല. ഇത് ക്രൈം വേറെയാണെന്നും ടി ബി മിനി കൂട്ടിച്ചേർക്കുന്നു. അതേസമയം അന്വേഷണ റിപ്പോർട്ട് വളരെയേറെ ഞെട്ടിക്കുന്നതാണെന്ന് അതിജീവിത തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഇത് അനീതിയും ഞെട്ടിക്കുന്നതും. എൻ്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരുന്നു എന്ന് അതിജീവിത കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു.